Chapter 8 Infrastructure അടിസ്ഥാന സൗകര്യം. What is infrastructure? Infrastructure provides supporting services in the main areas of industrial and agriculture production, domestic as well as foreign trade and commerce. ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ ഏരിയാസിൽ, അതായത് വ്യാവസായിക മേഖലയിൽ, കാർഷിക മേഖലയിൽ, ഫോറിൻ ട്രേഡിൽ, കൊമേഴ്സിൽ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നു. These services include road, railway, ports, airports, dam, power station, oil and gas pipeline, telecommunication facilities, schools and colleges, health system including hospital, sanitary system including clean drinking water facilities, and the monetary system including bank, insurance and other institutions. അപ്പോൾ എവിടെയൊക്കെയാണ് സർവീസ് വരുന്നത്? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്, ഈ എല്ലാ മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു: ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. Infrastructure associated with energy, transportation and communication are included in the economic category. എനർജി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നു. വെറസ് ദോസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹൗസിംഗ് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ കാറ്റഗറി. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ് ഇതെല്ലാം സോഷ്യൽ കാറ്റഗറിയിൽ വരുന്നു. ഇനി റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി? ദി എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ഇക്കോണമി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. മോഡേൺ ഇൻഡസ്ട്രിയൽ ഇക്കോണമിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചറിനെ ഒരു പരിധിവരെ ആശ്രയിച്ചിരിക്കുന്നു. Modern agriculture also largely depend on it for speedy and large-scale transport of seeds, pesticides, fertilizers, and the produce using modern roadways, railways, and shipping facilities. Agriculture production also depends on insurance and banking facilities. അതായത് ആധുനിക കാർഷിക മേഖലയും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ലാർജ് സ്കെയിൽ ട്രാൻസ്പോർട്ട്, വിത്ത്, വളം ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും, പിന്നെ റോഡ്, റെയിൽവേ, ഷിപ്പിംഗ് ഫെസിലിറ്റീസ് ഇതെല്ലാം ഉപയോഗിക്കുന്നതിനും ഈ പറയുന്ന ഇൻഷുറൻസ്, ബാങ്കിങ് മേഖലയും അഗ്രികൾച്ചർ സെക്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം മോഡേൺ അഗ്രികൾച്ചർ സെക്ടർ വളരെ അത്യാവശ്യമാണ്. മോഡേൺ അഗ്രികൾച്ചർ സെക്ടറിന് ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമാണ്. Infrastructure contributes to economic development of a country both by increasing the productivity of the factors of production and improve the quality of life of its people. Infrastructure contribute to economic development of a country. Infrastructure economic developmentന് വളരെയധികം സംഭാവന ചെയ്യുന്നു. ബോത്ത് എങ്ങനെയൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഉൽപ്പാദനക്ഷമത കൂട്ടാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ സഹായിക്കുന്നു. ഇനി ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ഹെൽത്ത്. അതായത് ശരിയായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ അത് വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കും. ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ട്രഡീഷണലി ദ ഗവൺമെൻറ് ഹാസ് ബീൻ സോൾലി റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദ കൺട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ. ഗവൺമെൻറ്റാണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഗവൺമെൻറ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഉത്തരവാദിത്തം. ബട്ട് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഗവൺമെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ വാസ് ഇനാഡിക്വേറ്റ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇനാഡിക്വേറ്റ് ആണ്. അത് അത്ര പര്യാപ്തം അല്ല. സോ ദ പ്രൈവറ്റ് സെക്ടർ ഓൾസോ ഇൻ ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ പബ്ലിക് സെക്ടർ ഹാസ് സ്റ്റാർട്ടഡ് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ കൂടെ, പബ്ലിക് സെക്ടറിൻ്റെ കൂടെ പ്രൈവറ്റ് സെക്ടറും കൂടി ജോയിൻ ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പ്രൈവറ്റ് സെക്ടറും വഹിക്കുന്നുണ്ട്. സം ഇക്കോണമീസ് ഹാവ് പ്രൊജക്റ്റഡ് ദാറ്റ് ഇന്ത്യ വിൽ ബിക്കം ദ തേർഡ് ബിഗസ്റ്റ് ഇക്കോണമി. Some economists have projected that India will become the third biggest economy in the world a few decades from now. അതായത് സം ഇക്കോണമിസ്റ്റ് പറയുന്നത് ലോകത്തെ തേർഡ് ബിഗസ്റ്റ് ഇക്കോണമി ആയിട്ട് ഇന്ത്യ മാറും. For that to happen, India will have to boost its infrastructure investment. അപ്പോൾ അതിന് ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ ആഡ്വക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയും ഒരുമിച്ച് പോകേണ്ട ഒന്നാണ്. എനർജി
Energy is a critical aspect of development process of a nation. It is of course essential for industries. Energy എന്ന് പറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോഴ്സസ് ഓഫ് എനർജി, ദർ ആർ കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി. കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് കോള, പെട്രോളിയം ആൻഡ് ഇലക്ട്രിസിറ്റി ആസ് ദേ ആർ ബോട്ട് ആൻഡ് സോൾ. കൊമേഴ്സ്യൽ സോഴ്സ് എന്ന് പറയുന്നത് കൽക്കരി, പെട്രോളിയം, വൈദ്യുതി ഇതേപോലുള്ള കാര്യങ്ങളാണ്. നോൺ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫയർവുഡ്, അഗ്രികൾച്ചർ വേസ്റ്റ്, ഡ്രൈഡ് ഡങ്, വിറക്, അഗ്രികൾച്ചർ വേസ്റ്റ്, ചാണകം, ഇതൊക്കെയാണ് നോൺ കൊമേഴ്സ്യൽ എനർജി. ദീസ് ആർ നോൺ കൊമേഴ്സ്യൽ ആസ് ദേ ആർ ഫൗണ്ട് ഇൻ നേച്ചർ. അപ്പോൾ ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് സുലഭമായിട്ട് കിട്ടും. അപ്പോൾ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി ആർ ജനറലി എക്സ്ഹൗസ്റ്റബിൾ. കൊമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് അത് തീർന്നു പോകുന്നതാണ്. വൈൽ നോൺ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി റിന്യൂവബിൾ, അത് പുതിയതായിട്ട് ഉണ്ടായി. അപ്പോൾ നോൺ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് പുതിയതായിട്ട് ഉണ്ടായി വരുന്നു. സോ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ ബോത്ത് കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജി ആർ നോൺ ആസ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ കൊമേഴ്സ്യലും നോൺ കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് എനർജിക്ക് പറയുന്ന പേര്, ഒരുമിച്ച് പറയുന്ന പേര് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നാണ്. There are 3 other sources of energy which are commonly termed as non-conventional sources. അതായത് ഇനി നോൺ കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജിയിൽ വരുന്നത് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി. അതായത് കാറ്റിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുക, ടൈഡൽ പവർ, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, സൂര്യനിൽ നിന്നും സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് നോൺ കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. ഇനി പവർ ഓർ ഇലക്ട്രിസിറ്റി. The most visible form of energy which is often identified with progress in modern civilization is power, commonly called electricity. The most visible form of energy, നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും മോഡേൺ സിവിലൈസേഷനും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ that determines the economic development of a country. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വളരെ പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇലക്ട്രിസിറ്റി. ഇൻ ഇന്ത്യ ഇൻ 2016 thermal sources account for 67% of the power capacity, generation capacity. 2016 താപവൈദ്യുത നിലയം അല്ലെങ്കിൽ തെർമൽ പവർ സോഴ്സസ് എന്ന് പറയുന്നത് 67% ആണ്. ഹൈഡൽ പവർ അക്കൗണ്ടഡ്, ജലത്തിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 14% ആണ്. വൈൽ ന്യൂക്ലിയർ പവർ അക്കൗണ്ടഡ് ഫോർ ഓൺലി 2%. പക്ഷേ നമ്മൾ ന്യൂക്ലിയർ പവർ ആകെ 2% ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ താപവൈദ്യുത നിലയങ്ങൾ അല്ലെങ്കിൽ തെർമൽ സോഴ്സസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 67%. ഇന്ത്യാസ് എനർജി പോളിസി എൻകറേജസ് 2 എനർജി സോഴ്സസ്, ഹൈഡൽ ആൻഡ് വിൻഡ്. ഇന്ത്യയുടെ എനർജി പോളിസി എൻകറേജ് ചെയ്യുന്നത് 2 സോഴ്സസിനെയാണ്, ഒന്ന് ഹൈഡൽ ആൻഡ് വിൻഡ്. Some challenges in the power sector. Some of the challenges that India's power sector faces today are ഇപ്പോൾ പവർ സെക്ടർ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ. India's installed capacity to generate electricity is not sufficient to feed an annual economic growth of 7 to 8%. ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് is not sufficient to feed an annual growth. അതായത് 7-8% വരെയുള്ള ആനുവൽ ഗ്രോത്ത് അത്രയും വേണ്ട ഇലക്ട്രിസിറ്റി നമുക്ക് ഇല്ല, അത്രയും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇല്ല. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വിച്ച് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റി ഇൻകം ലോസസ്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിൽ നഷ്ടത്തിലാണ്. ദിസ് ഇസ് ഡ്യൂ ടു ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസ്. ഇത് വൈദ്യുതി ട്രാൻസ്മിഷൻ സമയത്തും ഡിസ്ട്രിബ്യൂഷൻ സമയത്തും വരുന്ന നഷ്ടങ്ങൾ. പിന്നെ റോങ് പ്രൈസിങ് ഓഫ് ഇലക്ട്രിസിറ്റി, ശരിയായിട്ടുള്ള പ്രൈസിങ് ഇല്ല. അതർ ഇൻഎഫിഷ്യൻസീസ്, മറ്റ് ഇൻഎഫിഷ്യൻസി കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ് പോകുന്നത്. പ്രൈവറ്റ് സെക്ടർ പവർ ജനറേറ്റേഴ്സ് ആർ yet to play their role in a major way. പ്രൈവറ്റ് സെക്ടറും ഇപ്പോൾ പവർ ജനറേറ്ററിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ദർ ഈസ് ജനറൽ പബ്ലിക് അൺറെസ്റ്റ് ഡ്യൂ ടു ഹൈ പവർ താരിഫ് ആൻഡ് പ്രൊലോങ്ഡ് പവർ കട്ട്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ദർ ഈസ് ജനറൽ പബ്ലിക് അൺറെസ്റ്റ്, ജനങ്ങളുടെ ഇടയിൽ ചില എതിർപ്പുകൾ കാരണം ഹൈ പവർ താരിഫ്
ബില്ല് കൂടി വരുന്ന വൈദ്യുതിയുടെ ബില്ല് കൂടി വരുന്നത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് വരുന്നതുകൊണ്ടൊക്കെ ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. തെർമൽ പവർ പ്ലാന്റ്സ് വിച്ച് ആർ ദ മെയിൻ സ്റ്റേ ഓഫ് ഇന്ത്യാസ് പവർ സെക്ടർ ആർ ഫേസിംഗ് ഷോർട്ടേജ് of raw materials and coal supplies. അപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സ് വിച്ച് ആർ ദ മെയിൻ സ്റ്റേ ഓഫ് ഇന്ത്യാസ് പവർ സെക്ടർ ആർ ഫേസിങ്. തെർമൽ പവറിന് ഷോർട്ടേജ്, അതായത് കോൾ സപ്ലൈ, കൽക്കരിക്കൊക്കെ കിട്ടുന്നതിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ കൽക്കരി, അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിലാണ് ആ തെർമൽ പവർ പ്ലാന്റിൽ ശരിയായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് health and state of health infrastructure. Health is a vital public good and a basic human right. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വേണ്ട ഒരു പബ്ലിക് ഗുഡാണ്, ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ്. ഹെൽത്ത് ഈസ് നോട്ട് ഓൺലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ഓൾസോ ദി എബിലിറ്റി ടു റിയലൈസ് വൺസ് പൊട്ടൻഷ്യൽ. ഹെൽത്ത് എന്ന് പറയുന്നത് ഡിസീസ് ഇല്ലാത്ത അവസ്ഥയല്ല, പക്ഷേ ടു റിയലൈസ് വൺസ് ഓൺ പൊട്ടൻഷ്യൽ, ഒരാളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇസ് എ ഹോളിസ്റ്റിക് പ്രോസസ് റിലേറ്റഡ് ടു ദി ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക്, ഒരു മൊത്തത്തിലുള്ള ഒരു പ്രക്രിയയാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, രാജ്യത്തെ വളർച്ചയും പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ നോക്കിക്കാണുന്ന ഒരു പ്രോസസ്സാണ്. Development of health infrastructure ensures a country of healthy manpower for the production of goods and services. അപ്പോൾ ഹെൽത്തി ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിന് ഉറപ്പ് കൊടുക്കുന്നു. ഹെൽത്തി മാൻ പവർ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽത്തി മാൻ പവർ വേണം. Health infrastructure include hospital, doctor, nurses and other paramedical professional bed equipment requires in hospitals and a well-developed pharmaceutical industry. അപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മെഡിക്കൽ പ്രൊഫഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വേണം. The government has the constitutional obligation to guide and regulate all health-related issues such as medical education, adulteration, food, drugs and poisons, medical profession, vital statistics, mental deficiency and lunacy. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കടമയാണ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൈഡ് ലൈൻ കൊടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത്. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഡ്രഗ്സ്, മെഡിക്കൽ പ്രൊഫഷൻ, മെൻ്റൽ ഡെഫിഷ്യൻസി, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ബാധ്യത ഗവൺമെൻറ്റിന് ഉണ്ട്. The Union government evolves broad policies and plans through the Central Council of Health and Family Welfare. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ബ്രോഡ് പോളിസീസ് ഫോം ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ബ്രോഡ് പോളിസീസ് ഫോം ചെയ്തിട്ടുണ്ട്. അറ്റ് ദി വില്ലേജ് ലെവൽ വെറൈറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ടെക്നിക്കലി നോൺ ആസ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. ഇപ്പോൾ വില്ലേജ് ലെവലിലെ PHCs, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹാവ് ബീൻ സെറ്റപ്പ് ബൈ ദി ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ ലാർജ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ബൈ വോളണ്ടറി ഏജൻസീസ് ആൻഡ് ദി പ്രൈവറ്റ് സെക്ടർ. ഇന്ത്യയിലെ ലാർജ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് വോളണ്ടറി ഏജൻസീസും പ്രൈവറ്റ് സെക്ടറും ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇൻ റീസെൻറ്റ് ടൈംസ് പ്രൈവറ്റ് സെക്ടർ ഹാസ് ബീൻ പ്ലേയിങ് എ ഡോമിനൻറ്റ് റോൾ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഈ അടുത്ത കാലത്തായിട്ട് പ്രൈവറ്റ് സെക്ടർ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള റോള് മെഡിക്കൽ എഡ്യൂക്കേഷനിലും ട്രെയിനിങ്ങിനും, മെഡിക്കൽ ടെക്നോളജി, ഡയഗ്നോസിസ്, മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കുന്ന കാര്യത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും മെഡിക്കൽ ടെക്നോളജിയുടെ കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട റോള് പ്രൈവറ്റ് സെക്ടർ വഹിക്കുന്നുണ്ട്. ഓവിങ് ടു ദ ലിബറലൈസേഷൻ മെഷേഴ്സ് many non-resident Indias and industrial pharmaceutical companies have set up super specialty hospital to attract India's rich and medical tourists. ലിബറലൈസേഷൻ മെഷേഴ്സിൻ്റെ ഫലമായിട്ട് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, ഇന്ത്യയിൽ താമസിക്കാത്ത
ഇന്ത്യക്കാർ, വിദേശ ഇന്ത്യക്കാരും അതേപോലെ ഇൻഡസ്ട്രിയൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇന്ത്യയുടെ മെഡിക്കൽ ടൂറിസം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യ സിസ്റ്റം ഓഫ് മെഡിസിൻ, it includes 6 items: ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. അപ്പോൾ ആയുഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 6 സിസ്റ്റം ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന 6 സിസ്റ്റം വരുന്നു: ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഹാവ് huge potential and can solve a large part of our healthcare problem because they are effective, safe and inexpensive. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിക്കൽ അസോസിയേഷന് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് ക്യാൻ സോൾവ് ലാർജ് പാർട്ട് ഓഫ് അവർ ഹെൽത്ത് കെയർ പ്രോബ്ലം. ഒരു പരിധി വരെ ഹെൽത്ത് കെയർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ബിക്കോസ് ദേ ആർ ഇഫക്റ്റീവ്, സേഫ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. അത് ഇൻഎക്സ്പെൻസീവ് ആണ്, സേഫാണ്. Next is indicators of health and health infrastructure, a critical appraisal. The health status of a country can be assessed through indicators such as infant mortality and maternal mortality rates, life expectancy and nutrition levels, along with the incidence of communicable and non-communicable disease. രാജ്യത്തെ സാമ്പത്തിക മേഖല അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നതിനുള്ള സൂചകമെന്ന് പറയുന്നത് ശിശുമരണ നിരക്ക്, മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്, പ്രസവം ആയിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ, ആയുർദൈർഘ്യം, ന്യൂട്രീഷൻ ലെവൽ, അതേപോലെ കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരുന്നതും അല്ലാത്തതുമുള്ള രോഗങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. വൺ സ്റ്റഡി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഇന്ത്യ ഹാസ് അബൌട്ട് 17% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ, ബട്ട് ഇറ്റ് ബെയേഴ്സ് എ ഫ്രൈറ്റൻ 20% ഓഫ് ദി ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ്. ഒരു സ്റ്റഡി പറയുന്നത് ലോക ജനസംഖ്യയുടെ 17% ഇന്ത്യയിലാണ്, പക്ഷേ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസിൻ്റെ 20% ഇന്ത്യയിലാണ്. So global burden of disease is an indicator used by experts to gauge the number of people dying prematurely due to a particular disease, as well as the number of years spent by them in a state of disability owing to the disease. ഇപ്പോൾ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് ഇത് എന്താണ് വിലയിരുത്തുന്നത്? ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പ്രീമെച്വറായിട്ട് മരിക്കുന്ന, ഒത്തിരി പ്രായമാവാതെ മരിക്കുന്ന ആളുകൾ, എന്തെങ്കിലും രോഗം വന്ന് മരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ദി നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര കാലം ഡിസബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ സുഖമില്ലാതെ കഴിച്ചു കൂട്ടി എന്നതിൻ്റെ ഒരു കണക്കാണ് ഈ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് എടുക്കുന്നത്. ഇൻ ഇന്ത്യ മോർ ദാൻ ഹാഫ് ഓഫ് global burden of disease is accounted by a communicable disease. More than half of global burden of disease പകുതിയും കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് എടുക്കുന്നത്, സച്ച് എസ് ഡയറിയ, മലേറിയ, ട്യൂബർകുലോസിസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന പ്രീമച്വർ ഡെത്ത് ഒക്കെ സംഭവിക്കുന്നത്. എവറി ഇയർ അറൗണ്ട് 5 lakh ചിൽഡ്രൻ ഡൈ ഓഫ് വാട്ടർ ബോൺ ഡിസീസ്. ഏതാണ്ട് വർഷത്തിൽ 5 ലക്ഷം കുട്ടികൾ ഈ ജലജന്യ രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ട്. ദി ഡേഞ്ചർ ഓഫ് എയ്ഡ്സ് ഇസ് ഓൾസോ ലൂമിങ് ലാർജ്. എയ്ഡ്സും ഒരു ഭീഷണിയാണ്. ത്രൂ 70% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ലീവ് ഇൻ റൂറൽ ഏരിയാസ്. 70% ആളുകൾ റൂറൽ ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഓൺലി 1/5 ഓഫ് ഇറ്റ്സ് ഹോസ്പിറ്റൽ. എന്നാൽ 1/5 ഹോസ്പിറ്റൽ മാത്രമാണ് റൂറൽ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റൂറൽ പീപ്പിൾ ഹാവ് ഓൺലി അബൌട്ട് ഹാഫ് ദി നമ്പർ ഓഫ് ഡിസ്പെൻസറീസ്. റൂറൽ ഇന്ത്യയിൽ ഏതാണ്ട് മൊത്തത്തിൽ ഉള്ള ഡിസ്പെൻസറിയുടെ പകുതി മാത്രമാണ് റൂറൽ ഏരിയയിൽ ഉള്ളത്. ദ PHCs ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ് ഡു നോട്ട് ഈവൻ ഓഫർ എക്സ്റേ ഓർ ബ്ലഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. PHCs പ്രാഥമിക ആരോഗ്യ മേഖലയിൽ എക്സ്റേ എടുക്കുന്നതിനോ ബ്ലഡ് ടെസ്റ്റിംഗ് നടത്തുന്നതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല. Villages have no access to any specialized medical care like pediatrician, gynecology, anesthesia and obstetrics. ഗ്രാമങ്ങളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഒന്നുമില്ല. കുട്ടികൾക്ക് ആവശ്യമുള്ള കുട്ടികളുടെ ഡോക്ടർ അല്ലെങ്കിൽ ഗൈനക്കോളജി, സ്ത്രീകളുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങൾ നോക്കാനും അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സും ഫെസിലിറ്റി ഒന്നും വില്ലേജിൽ ഇല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലില്ല. ദ സ്റ്റോറേജ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ റൂറൽ ഏരിയ സ്റ്റിൽ പെർസിസ്റ്റ്. അതായത് ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഇപ്പോഴും ഉണ്ട്. 1/5 ഓഫ് ദോസ് ഡോക്ടർ ഗ്രാജുവേറ്റ്സ് ലീവ് ദ കൺട്രി ഫോർ ബെറ്റർ മോണിറ്ററി പ്രോസ്പെക്ട്സ്. ഒരു 5/1 ഡോക്ടേഴ്സും രാജ്യത്ത് നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് നല്ല ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി അന്വേഷിച്ച് പോവുകയാണ്. മെനി അതേഴ്സ് ഓപ്റ്റ് ഫോർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പിന്നെ കുറേ ഡോക്ടേഴ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇനി വിമൻസ് ഹെൽത്ത്. വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് ഹാഫ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പകുതി ജനസംഖ്യയും സ്ത്രീകളാണ്. ദേ സഫർ മെനി ഡിസഡ്വാൻറ്റേജസ് ആസ് കമ്പയർഡ് ടു മെൻ ഇൻ ദ ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ, പാർട്ടിസിപ്പേഷൻ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽത്ത് കെയർ. അതായത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ഇക്കണോമിക് ആക്ടിവിറ്റീസിലും ഹെൽത്ത് കെയറിലും ഒക്കെ പുറകോട്ടാണ് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ. ദ ഡിറ്റീരിയോറേഷൻ ഇൻ ദ ചൈൽഡ് സെക്സ് റേഷ്യോ in the country from 927 in 2001 to 914 in 2011 points to the growing incidence of female feticide. അപ്പോൾ ചൈൽഡ് സെക്സ് റേഷ്യോ 2001 927 ആയിരുന്നെങ്കിൽ 2011 ആയപ്പോൾ 914 കുറഞ്ഞു. തീർച്ചയായിട്ടും അത് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണത് കാണാൻ പറ്റുന്നത്. More than 50% of married women in the age group of 15 to 49 years have anemia. Anemia and nutritional anemia caused by iron deficiency, which has contributed to 90% of maternal death. 50% സ്ത്രീകൾ 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള 50% സ്ത്രീകൾക്ക് വിളർച്ചയാണ്. ന്യൂട്രീഷണൽ അനീമിയ, ശരിയായിട്ടുള്ള പോഷകാഹാരം കിട്ടാത്തതിൻ്റെ അനീമിയ, അയൺ ഡെഫിഷ്യൻസി, വിച്ച് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു 19% ഓഫ് മെറ്റേണൽ ഡെത്ത്. അപ്പോൾ 19% മെറ്റേണൽ ഡെത്തിന് കാരണം ഈ പറയുന്ന ന്യൂട്രീഷണൽ അനീമിയാണ്. അബോർഷൻ ആർ ഓൾസോ എ മേജർ കോസ് ഓഫ് മെറ്റേണൽ മോർബിഡിറ്റി ആൻഡ് മൊർട്ടാലിറ്റി ഇൻ ഇന്ത്യ. അബോർഷനും മെറ്റേണൽ മോർബിഡിറ്റിക്ക് ഒരു പരിധിവരെ കാരണമാണ്. ഓൾ സിറ്റിസൺസ് can get better health facilities if public health services are decentralized. എല്ലാ ആളുകൾക്കും, എല്ലാ സിറ്റിസൺസിനും ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി കിട്ടും പബ്ലിക് ഹെൽത്ത് സെക്ടർ ഡീസെൻട്രലൈസ് ചെയ്യുകയാണെങ്കിൽ. പബ്ലിക് ഹെൽത്ത് സെക്ടറിലും ഒരു വികേന്ദ്രീകരണം നടക്കുകയാണെങ്കിൽ. സക്സസ് ഇൻ ദ ലോങ് ടേം ബാറ്റിൽ അഗൈൻസ്റ്റ് ഡിസീസ് ഡിപ്പെൻഡ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് എഫിഷ്യൻറ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഡിസീസിനോട് പൊരുതാൻ, കൊറോണ വൈറസ് പോലുള്ള വൈറസിനോടൊക്കെ പൊരുതാൻ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമാണ്. ദ റോൾ ഓഫ് ടെലികോം ആൻഡ് IT സെക്ടേഴ്സ് പ്ലേഡ് എ വിറ്റൽ റോൾ ഫോർ ക്രിയേറ്റിംഗ് എഫിഷ്യൻറ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് അവർ കൺട്രി. ടെലികോം ആൻഡ് IT സെക്ടർ എഫിഷ്യൻറ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം റെസ്റ്റ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ. ഈ ഹെൽത്ത് കെയർ പ്രോഗ്രാമിൻ്റെ ഇഫക്റ്റീവ്നെസ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.